ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് റിയൽമിയുടെ ലാപ്ടോപ്പാണ്. അപ്പം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ബോർഡൊക്കെ പുറത്തെടുത്തിക്കണ്. ഞാൻ ഈ സ്റ്റിക്കർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഈ സമയത്ത് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഉറുമ്പ്, ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ കണ്ടങ്ങൾ ഫുള്ള് ഫംഗസാണ്. റിയൽമി ആണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത്. പക്ക മാക്ക് മാതിരി നല്ല ക്യൂട്ടായിട്ടുള്ള ലാപ്പാണ്, കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഓൺ ആവും. ഓൺ ആയിട്ട് എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ ലോഡ് ആകുന്ന ആ ടൈമിൽ എന്ത് ചെയ്യും, സിസ്റ്റം റീസ്റ്റാർട്ട് അഥവാ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും, അല്ലാന്നെങ്കിൽ ഹാങ്ങിങ്ങിൽ ഇങ്ങനെ നിൽക്കും. നമ്മൾ വോയിസ് റിലേറ്റഡ് ആണെന്ന് വെച്ചിട്ട് വിൻഡോസ് ഒക്കെ ചെയ്ത് നോക്കി, സെയിം കണ്ടീഷനാണ്. ഈ ബോർഡിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബോർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്താണ്. അപ്പോൾ കണ്ടതാണ് ഈ സംഭവം. ഇത് വരാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി നമുക്ക് മനസ്സിലായ റീസൺ എന്നുണ്ടെങ്കിൽ ഈ കീബോർഡിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് വരിക. നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മളെ കൈമുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അത് ഡ്രൈ ചെയ്യാതെ നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ ചെറിയ രീതിയിൽ ഈ ചെറിയ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ഉറുമ്പ് വന്നിട്ട് എന്ത് ചെയ്യും, ഇതിൽ കൂട്ടിയിട്ട് ലാസ്റ്റ് ഉറുമ്പ് ചെറുതായിട്ട് വന്ന് ഫംഗസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലൈന്റ് വരുന്ന ഒരു സ്ഥിതിയാണ്. കാരണം ഇത് പക്ക റിയലി കറക്റ്റ് പാക്കിംഗ് ആണ്, ബോർഡൊക്കെ പുതിയ മാതിരിയാ ഇരിക്കുന്നേ. ഓക്കെ, ഇതാണ് ഇതിന്റെ കംപ്ലൈന്റ്. ഇത് ഫിക്സ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ലാപ്ടോപ്പ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ റെഡി ആക്കേണ്ട ഹിസ്റ്ററി എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മായി തന്നെ ഇതിലുണ്ടായിരുന്ന കുറച്ച് ടൈമിംഗ് ആണ്. മീൻസ് അഥവാ റെസ്റ്റർ ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഫുള്ള് പൊടിഞ്ഞ് പോയി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ടോളറൻസ് ഒക്കെ എടുത്തിട്ട് വാല്യൂ നമ്മൾ ചേഞ്ച് കറക്റ്റ് ചെയ്യണം. പഠിക്കുന്ന സമയത്തൊക്കെ സ്കീമാറ്റിക് ലെവലിലൊക്കെ ഡെപ്ത് നോളജ് നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ ഇതേമാതിരി കാരണം പ്രോസറിന്റെ നേരെ ബാക്ക് സൈഡിൽ നമ്മൾ എന്താ വെച്ചാൽ അതിന്റെ കറക്റ്റ് ടോളറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ സബ്ബത്തിൽ എന്ത് ചെയ്യും, സിസ്റ്റം നോ ഡിസ്പ്ലേ അതേമാതിരി തന്നെ റീസ്റ്റാർട്ടിങ് അത് റിലേറ്റഡ് ഇഷ്യൂ വരാൻ ചാൻസ് കൂടുതലാണ്. ഏതായാലും ഇതിന്റെ കണ്ടീഷനിൽ എങ്ങനെയാ വെച്ചാൽ ലാപ്ടോപ്പ് പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വോയിസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, പക്കായിട്ട് സെറ്റാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.